രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ഞാനിത് എങ്ങോട്ടാ കുട്ടികളെയും കൊണ്ട് പോണേന്നല്ലേ. അപ്പോൾ ഇന്നൊരു ട്രിപ്പാണ്, വേറെ എങ്ങോട്ടല്ല, നമ്മളെ സ്വന്തം നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ കിട്ടും. കൂടെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങൾ 5 പേരും കൂടെ പ്ലാൻ ചെയ്തതാണ്. പ്ലാൻ ചെയ്യുമ്പം 10-20 ആൾക്കാരുണ്ടായിനി. അവസാനം റെഡിയായി തീരുമാനമായി വന്നപ്പോൾ ഞങ്ങൾ 5 ആൾക്കാരേ ഉള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാരാച്ച്. അപ്പോൾ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി, ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോയത്. ബസ്സിലൊക്കെ കയറി അവിടെ എത്തിയ പാടന്നെ ഫുഡ് കഴിച്ചിട്ട് കയറാച്ച്. ഞങ്ങൾ എത്തിയപ്പോഴേക്ക് ഏകദേശം 12 മണിയൊക്കെ ആയി. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ അങ്ങോട്ട് പുറത്തിറങ്ങൽ നടക്കില്ലല്ലോ. ഫുഡ് കഴിച്ച് ഇറങ്ങി ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ തേക്ക് മ്യൂസിയം 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലും കണ്ട് പഠിച്ചിരുന്ന സമയത്ത് കണ്ടതാട്ടോ. പിന്നെ കണ്ടത് ഇപ്പോഴാണ്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ ഫ്രണ്ടൊക്കെ ഏകദേശം അതുപോലെ തന്നെ നിൻ്റെ ഓർമ്മയിൽ തോന്നണേ. പക്ഷേ വേറെ കുറേ പാർക്കുകളും ഇതൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. കയറി പാടെ എന്നെ ചക്കരനെ പിടിച്ചാൻ വേണ്ടി ഓടിയതാണ്. ഇവിടെ വന്നിട്ട് ഈ വെള്ളച്ചാട്ടം നോക്കി നിൽക്കുകയാണ്. പിന്നെ ഓനെ പെറുക്കി വലിച്ചെടുത്ത് ഞങ്ങൾ അങ്ങോട്ട് ഇറന്നൊരു പാർക്ക് കിട്ടി. അവിടെ വില സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്ന്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ അന്ന് വന്നൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മയിലില്ല. എന്തായാലും മക്കളൊക്കെ ഏകദേശം സെറ്റായി തുടങ്ങി. ഒലിങ്ങനെ കൂട്ടുകൂടി നടക്കാനൊക്കെ തുടങ്ങി. മിഥുന് മാത്രം പെൺകുട്ടികളായതുകൊണ്ട് ഭയങ്കര കുറവാണ്. അപ്പോൾ കുറച്ച് മാറി നിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കണം. ഇതാണ് അവിടെ മൊത്തത്തിൽ വരുന്നതിലെ സീനറി. പിന്നെ ഞങ്ങൾ വില മൊത്തം പാർക്ക് കണ്ട് വിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഇരുന്ന് സെറ്റാവുക വിചാരിച്ച്. പക്ഷെ ഇനി ഇരിക്കാൻ ചക്കര സമ്മതിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മിഥു കുട്ടികളൊക്കെ ഇങ്ങനെ പാർക്കിൽ ഓരോന്നിലൊക്കെ ഇങ്ങനെ കയറി കളിച്ചു. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് മാറി. അവിടെ കുറച്ച് തിരക്ക്, സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിന്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കാണുന്നത് മൊത്തം ആൾക്കാരാണ്. ഞങ്ങൾക്ക് അവിടെ പാർക്കിലൊരു പ്രൈവസി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് നടന്ന് അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഉള്ളിൽ പോയിരുന്നു കേട്ടോ. കുറച്ചേരൊക്കെ കുട്ടികൾക്ക് കളിച്ചാൻ വേണ്ടി ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിനി. കുട്ടികൾ ഊഞ്ഞാലൊക്കെ ആടി. എൻ്റെ ഇടയിൽ എനിക്കൊരു വള്ളി കിട്ടിയിട്ടോ. ഞാൻ അവിടെ ഇരുന്ന് വെറുതെ ആടി. ഞാൻ വിചാരിച്ച് പൊട്ടുമെന്ന്, പക്ഷെ പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ ഊഞ്ഞാലിരുന്ന് കുറച്ച് നേരം ആടി. ഓല എൻജോയ്മെൻറ്റും നടന്നു. ഞങ്ങളും ഹാപ്പിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞങ്ങൾ വീണ്ടും ട്രിപ്പ് പോകുമ്പോൾ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റൊക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യാനും മറക്കല്ലേ.